പ്രിയമുള്ളവരെ, ചെറിയൊരു ക്രമം തെറ്റിച്ചിട്ടാണ് ഞാൻ വിഷയത്തിലേക്ക് കിടക്കുന്നത്. ഇതുവരെയും വളരെ ഗഹനമായ ഒരു വിഷയം കേട്ട് ഏതാണ്ട് പകുതിയോളം ആളുകൾ ഉറക്കത്തിൻ്റെ ഒരു ചെറിയ അവസ്ഥയിലേക്ക് നീങ്ങിയപ്പോൾ വീണ്ടും അതേപോലെ തന്നെ ശാസ്ത്രവും യുക്തിചിന്തയും തത്വശാസ്ത്രവും പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ കുരീപ്പുഴയുടെ ചാർവാകൻ എന്ന് പറയുന്ന ഒരു കവിത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ അടാട്ട് സാറ് പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കമാണ് ഈ കവിത. ചാർവാകൻ. അഗ്നിയും ഹിമവും മുഖാമുഖം കാണുന്ന സുപ്രഭാതം, പുഷ്പവും പക്ഷിയും പ്രത്യക്ഷമാകുന്ന സുപ്രഭാതം, ഉപ്പ് കുമിഞ്ഞ പോൽ അദ്രി അതിനപ്പുറം അത്തിനന്തോന്തകം ചോടുവച്ചങ്ങനെ വിത്തിട്ടു പോകും കൃഷിസ്ഥലം, വെൺകരടി സ്വപ്നത്തിലെന്ന പോൽ ഗായത്രി ചൊല്ലുന്ന ഗർഭഗൃഹം, വൃദ്ധതാപസർ പ്രാപിച്ചു വൃത്തികേടാക്കിയ വേടക്കിടാത്തികൾ, കത്തി നിവർന്ന നിലവിളക്ക് ചാർവാകൻ, ജടയിൽ കുരുങ്ങിയ ദർഭത്തുരുമ്പുകൾ പുഴയിലേക്കിട്ട് പുലർച്ചയിലേക്കിട്ട് പച്ച കെടുത്തി പുലഭ്യത്തിലേക്കിട്ട് പുച്ഛം പുരട്ടി പുരീഷത്തിലേക്കിട്ട് പരിധിയില്ലാത്ത മഹാസംശയങ്ങളാൽ പ്രകൃതിയെ ചോദ്യശരത്തുമ്പിൽ മുട്ടിച്ച് വിഷമക്കഷായം കൊടുത്ത് വിഷക്കോള് പുറമേ കൊടുത്ത് എറിയുന്നു ചാർവാകൻ, ലക്ഷ്യം കുലച്ച ധനുസ് ചാർവാകൻ, സിദ്ധ ബൃഹസ്പതിക്കുത്തരം നൽകാതെ ചക്ഷുസ്സിനാലെ വിടർത്തിയ മാനസ തൃഷ്ണാരവിന്ദം, ഉൽക്കമഴയെന്ത് തീത്താരമെന്ത് ആകാശമദ്ഭുത കൂടാരമായെന്തെങ്കിനെ, എന്താണ് വായും ജലം ഭൂമി ചൈതന്യബന്ധുരമായ പദാർത്ഥ പ്രപഞ്ചകം, അന്ധതയെന്ത് തെളിച്ചമെന്ത് സ്നേഹഗന്ധികൾ കോർക്കുന്ന സ്ത്രീത്വമെന്ത്, ബീജമെന്ത് അണ്ടമെന്ത് ഉൾക്കാട് കത്തുന്ന ഞാനെന്ത് നീയെന്ത്, പർവ്വതം സാഗരം ഭാനുപ്രകാശം ജനുമൃതി, ഇങ്ങനെ നാനാതരം കനൽ ചോദ്യങ്ങൾ പ്രജ്ഞയിൽ ലാവവർഷിക്കവേ വളർന്നു ചാർവാകൻ. നേരേത് കാരണമരത്തിൻ്റെ നേരായ വേരേത് നാരേത് അരുളേത് പൊരുളേത്, നെരിയാണി എരിയുന്ന വെയിലത്ത് നിന്ന് മഴയത്തിരുന്ന് മണലിൽ നടന്ന് ഏറ്റുപുരയിൽ കിടന്ന് മരണക്കിടക്ക തന്നരികത്തലഞ്ഞ് അന്വേഷണത്തിൻ്റെ അനന്തയാമങ്ങളിൽ കണ്ണീരണിഞ്ഞു ചാർവാകൻ, ബോധം ചുരത്തിയ വാള് ചാർവാകൻ. ഇല്ല ദൈവം ദേവശാപങ്ങൾ മിഥ്യകൾ, ഇല്ലില്ല ജാതി മതങ്ങൾ പരേതർക്ക്, ചെന്നിരിക്കാനില്ല സ്വർഗവും നരകവും, ഇല്ല പരമാത്മാവും ഇല്ല ആത്മമോക്ഷവും, മുജ്ജന്മമില്ല പുനർജന്മമില്ല, ഒറ്റ ജന്മം നമുക്കേ ഒറ്റ ജന്മം. മുളകിലെരിവ് പച്ച മാങ്ങയിൽ പുളിവ്, പാവലിൽ കയ്പ് പഴത്തിൽ ഇനിപ്പ്, ഇതുപോലെ നൈസർഗികം മർത്യബോധം, ഇതിൽ ഈശ്വരനില്ല കാര്യവിചാരം. ചാരുവാക്കിൻ്റെ
നെഞ്ചോക്ക് ചാർവാകൻ. വേശ്യയും പൂണൂലണിഞ്ഞ വേശ്യനും പുരോഹിത വേശ്യനും വേണ്ട, സുരവേണ്ട, ദാസിമാരോടൊത്തു ദൈവസുരതവും വേണ്ട. പെണ്ണിനെ കൊണ്ട് മൃതലിംഗം ഗൃഹിപ്പിച്ച് പുണ്യം സ്കലിപ്പിക്കും ആഭാസമേധവും. അമ്മയെ കൊല്ലുന്ന ശൂരത്വവും വേണ്ട. ജീവികുലത്തെ മറന്ന് ഹോമപ്പുക മാരി പെയ്യിക്കുമെന്നോർത്തിരിക്കും വിഡ്ഢി രാജാവും വേണ്ട, രാജർഷിയും വേണ്ട, ചെങ്കോൽ കറുപ്പിച്ച മിന്നൽ ചാർവാകൻ. അച്ഛനോടെന്തിത്ര ശത്രുത, മേലേക്കു രക്ഷപ്പെടുത്തുവാൻ മാർഗം ബലിയെങ്കിൽ പാവം മൃഗത്തിനെ മാറ്റി പിതാവിനെ സ്നേഹപൂർവം ബലി നൽകാത്തത് എന്തു നീ? തെറ്റാണു യജ്ഞം ഐത്തം പുല വ്രതം ഭസ്മം പുരട്ട ലക്ഷാർച്ചന സ്തോത്രങ്ങൾ. തെറ്റാണ് ജ്യോത്സ്യപ്പുലമ്പലും തുള്ളലും അർത്ഥമില്ലാത്തതീ ശ്രാദ്ധവും ഹോത്രവും. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പാഴാക്കിയിടാതെ ഒറ്റ മാത്രയും അത്രയ്ക്കു ധന്യമീ ജീവിതം, അത്രയ്ക്കു ധന്യമീ ജീവിതം. തൽക്കാലം അവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ ഒരു മുരടിപ്പ് പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും പറയുന്നത്. ശാസ്ത്രമാണ്. ശാസ്ത്രത്തിൻ്റെ ഒരുപാട് ഫോർമുലകളൊന്നും ഞാൻ പറയുന്നില്ല. വളരെ ലളിതമായിട്ട് ഒരു കാര്യം പറയാണ് നിങ്ങളോടെല്ലാവരുമായി. എന്നെപ്പോലെ തന്നെ നല്ലപോലെ ശാസ്ത്രാഭ്യാസമുള്ള ആളുകളാണ് നിങ്ങൾ. പക്ഷേ ഒരൊറ്റ ചോദ്യം, സയൻസ് ഇല്ലാതെ അല്ലെ ശാസ്ത്രമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഉറക്കം തെളിഞ്ഞ് വീണ്ടും ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ പ്രക്രിയകളും ചെയ്യുന്നത് ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഇനി അതല്ല എന്ന് ആരെങ്കിലും തെളിയിക്കുമെങ്കിൽ ഞാൻ ഇന്നുവരെ ആർജിച്ച എൻ്റെ സമസ്തവും നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെ മഹാഭാരതത്തിൽ കർണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. കർണൻ അമ്പേറ്റ് യുദ്ധക്കളത്തിൽ കിടക്കുമ്പോൾ മേലാസകലം ശരം ഏറ്റ് വേദന കൊണ്ട് പിടയുമ്പോൾ അവിടെ വന്നിട്ട് ഒരു വൃദ്ധ ബ്രാഹ്മണൻ കർണനോട് പറയുകയാണ്, കർണ, നീ മഹാദാനിയാണ്. യുദ്ധക്കളത്തിലാണെങ്കിലും ഞാൻ നിന്റെ അരികിൽ ദാനത്തിനാണ് വന്നിരിക്കുന്നത്. നീ എനിക്കെന്തെങ്കിലും ദാനം തരണം. അല്ല എങ്കിൽ കൗരവരെയും പാണ്ഡവരെയും ആ വംശങ്ങളെയും ഞാൻ മുച്ചോടും ശപിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ദാനം നീ തരണം. തൻ്റെ പ്രാണനിൽ അമ്പേറ്റുകൊണ്ട് പിടയുന്ന കർണൻ എന്താണ് ഈ ബ്രാഹ്മണന് ഞാൻ കൊടുക്കേണ്ടതെന്ന് അറിയാതെ അദ്ദേഹത്തോട് പറഞ്ഞു, മഹാപ്രാജ്ഞ, എനിക്ക് അങ്ങയുടെ കയ്യിൽ തരുവാൻ ദാനം തരുവാൻ ഒന്നുമില്ല. അതൊന്നും നീ പറയേണ്ടതില്ല. എനിക്ക് മനസ്സിലാകും. നീ ദാനം തന്നില്ല എങ്കിൽ നിന്റെ 2 രാജവംശങ്ങളെയും ഞാൻ ഭസ്മീകരിക്കുമെന്ന് വീണ്ടും ഒരു വാക്ക് പറഞ്ഞപ്പോൾ കർണൻ പാതി പ്രാണനിൽ നിന്ന് ഉണർന്ന് പറയുകയാണ്, മഹാപ്രഭു, മഹാബ്രാഹ്മണ, എനിക്ക് ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ 30 ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ദാനത്തിൻ്റെ പുണ്യം എന്നിലുണ്ട്. അതുകൊണ്ട് അങ്ങയോട് പറയുന്നു, ഈ 30 പുണ്യത്തിൻ്റെയും പുണ്യം ഞാൻ അങ്ങക്ക് നൽകുകയാണ്. മറ്റൊന്നും എനിക്ക് അങ്ങക്ക് നൽകുവാനില്ല. മഹാഭാരത കഥയാണ്. അപ്പോൾ ബ്രാഹ്മണൻ ചോദിക്കും, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഒന്നുമില്ല, എൻ്റെ പ്രാണനിൽ ഏറ്റിരിക്കുന്ന ഈ കൂരമ്പ് വലിച്ച് അതിലെ രക്തം അങ്ങയുടെ കരസ്പർശം ഏൽക്കുമ്പോൾ ഞാൻ നൽകിയിരിക്കുന്ന എല്ലാ ദാനത്തിൻ്റെയും പുണ്യം അങ്ങയിൽ വന്നു ചേരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ പ്രാണനിൽ നിന്ന് അമ്പ് വലിച്ചു വരികയാണ്. എന്നിട്ട് ആ എല്ലാ പുണ്യവും സ്വായത്തമാക്കുകയാണ് ആ ബ്രാഹ്മണൻ. എപ്പോഴും കുനിഷ്ഠാണ് ബ്രാഹ്മണന്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്,
സയൻസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയ സയൻസ് വെച്ച് എനിക്ക് പറയാൻ കഴിയും, തെളിയിക്കാൻ കഴിയും. വെറുതെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാണ്. കാലത്ത് ഉണർന്ന ഉടനെ ഇതുപോലെ നമുക്ക് കണ്ണ് തുറക്കാൻ കഴിയുകയില്ല. ഉടനെ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കൈ രണ്ടും കൂട്ടി തിരുമിയിട്ട് അത് കണ്ണിൽ വെച്ച് കൊടുക്കുകയാണ്. അവിടെ ഒരു ശാസ്ത്രമുണ്ട്. കൈ രണ്ടും കൂട്ടിത്തിരുമ്പം ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ശാസ്ത്രം പഠിച്ചവർക്കറിയാം, ഫിസിക്സ് പഠിച്ചവർക്കറിയാം. ആ ചൂട് നമ്മുടെ കൺപോളകളിലേക്ക് അമർത്തി തടവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രാത്രിയിൽ നമ്മുടെ കണ്ണിൽ ടിയർ ഗ്ലാൻസ് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ കണ്ണ് രണ്ടും അങ്ങ് അടഞ്ഞു പോകും, തുറക്കാൻ പ്രയാസമാകും. അങ്ങനെ ആ ഘർഷണം കൊണ്ട് ഉണ്ടാക്കിയ ചൂട് കൺപോളകളിലേക്ക് തഴുകുമ്പോൾ ഉടനെ തന്നെ ആ ചൂട് ഏറ്റിട്ട് ചൂടേൽക്കുമ്പോൾ വികാസം സംഭവിക്കും എന്നുള്ളത് മറ്റൊരു ശാസ്ത്രതത്വം. അങ്ങനെ ആ കണ്ണുകൾ തുറക്കുകയാണ് ചെയ്യുന്നത്. ഇനി കണ്ണ് തുറന്ന് നമ്മൾ നേരെ നോക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും എൻ്റെ വീട്ടിൻ്റെ ചുവരിലാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അത് ഞാൻ പറയാം. അങ്ങനെ ചുവരിലേക്ക് നോക്കുമ്പോൾ തലേന്ന് എന്നെ കടിക്കാൻ വന്നിരിക്കുന്ന ഒരു ചിലന്തി അത് ചുമരിൽ നിന്ന് തിടുക്കപ്പെട്ടു പോവുകയാണ്. അത് ശാസ്ത്രമാണ്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവില്ല. ശാസ്ത്രം എങ്ങനെ ഒരു ജീവി അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് നമ്മുടെ കണ്ണിൽ പതിയണമെങ്കിൽ ആ ഓബ്ജക്റ്റിൽ പതിച്ചിരിക്കുന്ന പ്രകാശരശ്മി നമ്മളുടെ റെറ്റിനയിൽ പതിഞ്ഞ് അത് ഒപ്റ്റിക് നെർവിലൂടെ നമ്മുടെ തലച്ചോറിലേക്ക് പോയി സെറിബെല്ലം എന്ന് പറയുന്ന ആ അവയവത്തിലേക്ക് എത്തി അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്ന് വീണ്ടും ഒപ്റ്റിക് നെർവിലൂടെ സന്ദേശം കൊടുക്കുമ്പോൾ ആ സന്ദേശത്തിൽ നിന്നാണ് ചുമരിലൂടെ ഇഴഞ്ഞു പോകുന്നത് ഒരു ചിലന്തിയാണ് എന്ന് നാം മനസ്സിലാക്കുന്നത്. കണ്ണുകൾ ഇല്ല എങ്കിൽ അത് കഴിയില്ല. അങ്ങനെ ആ കണ്ണിലൂടെ നമ്മൾ അത് നോക്കുമ്പോൾ അവിടെ ശാസ്ത്രം പ്രവർത്തിക്കുന്നു. അങ്ങനെ അത് നമ്മളവിടെ ശാസ്ത്രത്തെ അംഗീകരിക്കുന്നു. ഇനി പോട്ടെ, ഞാനിവിടെ നിൽക്കുന്നത്, നിങ്ങളവിടെ ഇരിക്കുന്നത് ശാസ്ത്രമാണ്. അല്ല എന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. അതേപോലെ അതേ ഫോഴ്സ് ആനുപാതികമായി നിങ്ങളിൽ ചെലുത്തുന്ന ഗ്രാവിറ്റേഷൻ മൂലമാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്. അത് അവിടെ തന്നെ വേറൊരു സംഗതി കൂടിയുണ്ട്. ഞാൻ പറയുന്ന വാക്കുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്? ഒരു വികൃതി ചോദ്യമാണെങ്കിൽ ചെവി കൊണ്ടാണെന്ന് പറയും. അല്ല, ഞാൻ ഉണ്ടാക്കുന്ന വായു കമ്പനങ്ങൾ, ആ കമ്പനങ്ങൾ വേവ് ലൈക്കായിട്ട് ഈ വായു എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ ഇയർ ഡ്രമിന്, നമ്മുടെ കാതുകളിലുള്ള പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഇയർ ഡ്രം, നല്ലപോലെ ശബ്ദമുണ്ടാക്കുമ്പോൾ അത് 80 ഡെസിബിൾ അധികം ശബ്ദമുണ്ടാക്കരുത് എന്ന് വളരെ ശാസ്ത്രീയമായിട്ട് പറയുന്നുണ്ട്. PP സുമരൻ സാറ് പോരാട്ടം നടത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ്. 80 ഡെസിബിൾ ശബ്ദത്തിന് മേലെ ഉണ്ട് എങ്കിൽ ആ ഇയർ ഡ്രം പൊട്ടിപ്പോകും. അപ്പോൾ ഇയർ ഡ്രമിൽ പതിക്കുന്ന ആ കമ്പനങ്ങൾ ഓഡിയോ നെർവിലൂടെ തന്നെ നമ്മളുടെ തലച്ചോറിലെത്തുകയും സീറ്റ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്ന അവിടെ ചെന്ന് ആ സീറ്റ് ഓഫ് ഹിയറിംഗ് തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങോട്ട് പറയുകയാണ്, കൃഷ്ണൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഇവിടെ ചാലക്കുടിയിലുള്ള PWD ഓഫീസിൻ്റെ ഒരു അകത്ത് വെച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കേൾവി എന്ന് പറയുന്നത് അതാണ്, അത് കേൾവിയുടെ ഭാഗം. ഇനി ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ചിലന്തിയെ കണ്ടു. നമ്മൾ ചിലന്തിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു വടിയും എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ്റെ വേറൊരു ഭാഗമാണ്. തന്നെയല്ല, ന്യൂട്ടൻ്റെ ലോ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എവരിബഡി കണ്ടിന്യൂസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ എലോങ് എ സ്ട്രൈറ്റ് ലൈൻ അൺലെസ് കമ്പൽഡ് ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്ന ന്യൂട്ടൻ്റെ ആദ്യത്തെ ലോ ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ നമ്മൾ യൂണിഫോം മോഷനിലൂടെയാണ് നടക്കുന്നത്. ചുവരിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കും.
എന്നിട്ട് നമ്മൾ വടിയെടുത്ത് അടിക്കാൻ നോക്കും. അങ്ങനെ അടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ന്യൂട്ടൺ പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു ചലിച്ചുകൊണ്ടേയിരിക്കും, നിന്നുകൊണ്ടിരിക്കുന്ന വസ്തു നിന്നുകൊണ്ടേയിരിക്കും. എന്ത്? അതിനെ പ്രതിരോധിക്കാൻ, അതിനെ തടുത്തു നിർത്താൻ വേറൊരു ശക്തിയില്ല എങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന കാലുകളെ അവിടെ നിയന്ത്രിച്ച് വേറൊരു ഫോഴ്സ് ഇങ്ങോട്ട് ചെലുത്തുമ്പം ന്യൂട്ടൻ്റെ ഒന്നാമത്തെ ലോ ആണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മളാരും ചിന്തിക്കാറില്ല. ഇങ്ങനെ ഓരോന്നെടുത്താലും നമുക്ക് കയ്യോ കാലോ എവിടെ നമ്മൾ ഇളക്കിയാലും അത് നമ്മുടെ ഇൻറ്റേർണൽ അവയവങ്ങൾ, ഇൻറ്റേർണൽ ഓർഗൻസ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഞാനും നിങ്ങളും കയ്യെല്ലാം ചലിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് എടുക്കുന്നത്. ഇൻറ്റേർണൽ ഓർഗൻസിന് കൃത്യമായ ഇത് കൊടുക്കുന്ന എനർജിയാണ്. എനർജി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടും, പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടും. ആ എനർജി ഇല്ല എങ്കിൽ നമുക്ക് തീർത്തും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ആ എനർജി മുഖാന്തരം നമുക്ക് കിട്ടുന്ന കഴിവുകൾ അത് ചലിക്കാനും ചലിക്കാതിരിക്കുവാനും നടക്കാനും ഓടാനും എല്ലാറ്റിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പല്ലെടുത്ത് അത് നേരെ എഴുന്നേറ്റ് അതിനെ വകവരുത്തിയതിന് ശേഷം നമ്മൾ പല്ല് തേക്കുക പോവാണ്. പല്ല് തേക്കുക എന്ന് പറയുന്നൊരു ധർമ്മം ചെയ്യുന്നത് നമ്മുടെ പല്ല് തേക്കുകയും അതേ അവസരത്തിൽ അതിന് കൃത്യമായിട്ട് ഒരു സുഗന്ധമില്ല എങ്കിലും വായനാറ്റമില്ലാതിരിക്കാനും ചെയ്യാൻ നമ്മൾ പ്രവർത്തിക്കുന്നത് ഇനാമൽ എന്ന് പറയുന്ന ഈ സാധനത്തെ, ആ ഇനാമലിനെ കൃത്യമായിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കുകയാണ്. തുടച്ച് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സയൻസും, അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് ഒരു കണ്ടുപിടുത്തമാണ്. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് അതൊരു കണ്ടുപിടുത്തമാണ്, അത് ശാസ്ത്രത്തിൻ്റെ സംഭാവനയാണ്. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴുകി നമ്മൾ പുറത്തേക്ക് തുപ്പിക്കഴിയുമ്പോൾ അവിടെയും പ്രവർത്തനം നമ്മൾ എങ്ങനെയാ, നമ്മളുടെ ഇവിടെയുള്ള വായിലെ ഓർഗൻസ് താളാത്മകമായി ചലിക്കുന്നതുകൊണ്ടാണ് കൊപ്പിളിച്ച് തുപ്പുന്നത്. അല്ലെങ്കിൽ നമുക്ക് കഴിയില്ല, ഇതെല്ലാം ഒലിച്ചിരിക്കും. അവിടെയും സയൻസ് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഓരോ കാര്യമെടുത്താലും അങ്ങനെ നമ്മൾ ഷർട്ട് ഇടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നു. ആ ഡ്രസ്സ് ശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നമാണ്. നേരത്തെ ഏതോ ഒരു പരുത്തി മരത്തിൽ ഉണ്ടായിരുന്ന ഒരു പഞ്ഞ്, ആ പഞ്ഞ് കൃത്യമായിട്ട് അടർത്തിയെടുത്ത് അതിനെ നൂലാക്കി വീണ്ടും അതിനെ ചന്തമുള്ള വസ്ത്രങ്ങളാക്കി മാറ്റുന്നത് എല്ലാം യന്ത്രങ്ങളുടെ സഹായത്തോട്. വെറും കത്രിക എന്ന് പറയുന്നൊരു സാധനം അവിടെ എങ്ങനെ ഏത് വിഭാഗത്തിലെടുത്താലും ശാസ്ത്രമല്ലാതെ വേറെ ഒന്നുമില്ല. ഇങ്ങനെ നമ്മൾ അനവധി കാര്യങ്ങൾ, ചപ്പല്, നമ്മൾ ഉപയോഗിക്കുന്ന ചപ്പല്, ചെരുപ്പ്, ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ പ്രോഡക്റ്റാണ്. പറയാൻ ഒരുപാടുണ്ട്. ചെറിയ കുട്ടികളോടാണെങ്കിൽ വേറെ രീതിയിൽ പറയുമായിരുന്നു, പ്രോഡക്റ്റാണ്. അങ്ങനെ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന കടലാസ്, ഇത് ആലോചിച്ച് നോക്കൂ. ഇത് ഏതോ കാട്ടിൽ ഏതോ സ്ഥലത്ത് നിവർന്നു നിന്നിരിക്കുന്ന ഒരു മരം, ആ മരത്തിലുള്ള ഇലകളാണ്. ആ ഇലകളെ കഷണിച്ചെടുത്ത് പൾപ്പാക്കി മാറ്റി വീണ്ടും യന്ത്രത്തിലിട്ട് അരച്ച് അത് നിറം കൊടുത്തും അല്ലാതെയും ഉണ്ടാക്കിയ ഈ കടലാസ് വേഗത്തിൽ നമ്മൾ കീറും. ഇതൊരു മരത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴാണ്? ശാസ്ത്രത്തെ നമ്മൾ തിരിച്ചറിയുന്നതുകൊണ്ടാണ്. ഏതൊരു കാര്യമെടുത്താലും ആ ഈ കടലാസിൻ്റെ മാത്രമല്ല, ഏതൊരു സംഗതിയും നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുക്കളും നമ്മളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കൂട്ടുകാരുടെ ശരീരത്തിലോ ഒക്കെ ഉണ്ടാകുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ അതൊരു ശാസ്ത്രോൽപ്പന്നമാണ്. ശാസ്ത്രമില്ലാതെ കഴിയയില്ല. ഇനി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഇവിടുന്ന് ഉച്ചയ്ക്ക് നല്ല ശാപ്പാട് അടിച്ചിട്ടുണ്ട്. ആ ഭക്ഷണം, ഒരു ഉരുള ചോറ് നമ്മുടെ വായിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കുറേ ശാസ്ത്രപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യം തന്നെ ഉമിനീര് എന്ന് പറയുന്ന ഗ്രന്ഥി, ആ ഉമിനീർ ഗ്രന്ഥികൾ പ്രവർത്തിച്ച് അത് ആദ്യത്തെ ദഹന പ്രക്രിയ തുടങ്ങിയാണ്. അപ്പോഴിത് ഒരു ഉരുളച്ചോറ് ചവച്ച് അതിന് ഉരുട്ടിയെടുത്തിട്ട് അതിനെ സ്ലൈമിയാക്കി മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ തൊണ്ടയിലേക്ക് കടത്ത ഈസോഫാഗസിലൂടെയാണ് കടന്നു പോകുന്നത്. ഈസോഫാഗസ്, മൗത്ത് കഴിഞ്ഞാൽ
ഈസോഫേഗസിലൂടെ കടന്നു പോവുക. ഈസോഫേഗസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അന്നനാളത്തിലൂടെ ഈ ഭക്ഷണം ഇങ്ങനെ വേവിലേക്കാണ് പോവുക. അങ്ങനെ പോയിട്ട് അത് ആമാശയത്തിൽ എത്തുകയാണ്. ആമാശയം ഒരു അണ്ടി പോലെയുള്ള ഒരു ഭാഗമുണ്ടല്ലോ ആമാശയം. ആ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും ആമാശയത്തിൽ കുറേ ശാസ്ത്രം നടക്കുന്നുണ്ട്. എനിക്കോട്ടെ, നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട് എനിക്ക് വിശന്നിട്ട് വയ്യ, അല്ലെങ്കിൽ എനിക്ക് നിറഞ്ഞിട്ട് വയ്യ എന്നൊക്കെ. എന്താണ് വിശപ്പ്? നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത് ശാസ്ത്രമാണ്. വിശപ്പ് എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ആമാശയത്തിൻ്റെ ആ ബ്ലാഡർ പോലെയുള്ള സാധനം, ഇതിന് വേണ്ടുന്ന ഡൈജഷന് വേണ്ടുന്ന പദാർത്ഥം ഇല്ല എങ്കിൽ അത് ചുരുങ്ങും, പിന്നെയും ചുരുങ്ങി അത് വായു പുറത്തേക്ക് കളയുന്ന അത്ര വിധത്തിൽ 2-3 ദിവസമായി ആഹാരമില്ലാതെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ബ്ലാഡർ തമ്മിൽ ഒട്ടാനുള്ള പ്രവണതയാണ്. അതാണ് വിശപ്പ് എന്ന് പറയുന്നത്. ഈ ബ്ലാഡറിൽ ഭക്ഷണം എത്തിക്കഴിഞ്ഞ് അത് ഡിയോഡിനത്തിലേക്ക് പോകണം. ഡിയോഡിനത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഡിയോഡിനത്തിൽ നിന്ന് നേരെ വരുന്ന പാങ്ക്രിയാസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു നീണ്ട ഇല പോലെയുള്ള ആ പാങ്ക്രിയാസ് എന്ന് വരുന്ന പാങ്ക്രിയാസിക് ജ്യൂസ് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് ദഹനപ്രക്രിയയിലേക്ക് അവിടെ വഴിതരുന്നത്. അതിൻ്റെ പാങ്ക്രിയാറ്റിക് ജ്യൂസ് കുറച്ചേ പുറപ്പെടുവിക്കുന്നുള്ളൂ എങ്കിൽ അപ്പോഴാണ് നമ്മൾ ഷുഗർ പേഷ്യൻ്റ് ആകുന്നത്. വേണ്ടത്ര ഇല്ല എങ്കിൽ കണ്ടമാന ഭക്ഷണം അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വാരി വലിച്ചാൽ തിന്നുക. അത് ഒരു ഉരുളച്ചോറ് 20 പ്രാവശ്യം ചവക്കണമെന്നാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ആമാശയത്തിലും ഡിയോഡിനത്തിലും ഒക്കെ തന്നെ കൃത്യമായ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രവർത്തിക്കുകയുള്ളൂന്ന്. അത് കഴിഞ്ഞാൽ ഇന്ന് ശാന്തമായി ചിന്തിച്ചാൽ കൃത്യമായിട്ടും എല്ലാം ശാസ്ത്രം എന്ന് മനസ്സിലാവും. അപ്പം അവിടെ വീണ്ടും വരുന്ന 2 ഗ്രന്ഥികൾ, ബൈൽഡക്റ്റിലൂടെ ബൈൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ ലിവറിൽ നിന്ന് വരുന്നുണ്ട്. ആ 2 സാധനങ്ങളും 2 ജ്യൂസും ബൈൽഡക്റ്റിന് ഇതിൽ 2 നിന്ന് വരുന്ന ദഹന രസങ്ങൾ ഇവിടെ നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ കൃത്യമായ ഒരു ദഹന ശക്തി കിട്ടുകയുള്ളൂ. ആ ദഹനശക്തി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭക്ഷണം ഇപ്പോൾ കോഴിയിറച്ചിയോ അല്ലെങ്കിൽ എന്തിറച്ചിയായാലും അതേപോലെ ഭക്ഷണമോ പായസമോ എന്തു തന്നെ ആവട്ടെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത ഡൈജസ്റ്റീവ് ക്രിയ ചെയ്യുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഇത് ചെല്ലുക. അതും വേവിലേക്കാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതിങ്ങനെ വളരെ നീളത്തിലിങ്ങനെ കിടക്കുന്നുണ്ട്. ആ മാർഗങ്ങളിലൂടെയെല്ലാം സഞ്ചരിച്ച് അവിടെ കൃത്യമായ ഡൈജഷൻ നടന്ന് ഏറ്റവും വലിയ ഡൈജഷൻ നടക്കുന്നത് നമ്മുടെ വൻകുടലിൽ വെച്ചിട്ടാണ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ. നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, പിന്നെ ഹൊറിസോണ്ടൽ ഓർഡർ. ഈ 3 ഓർഡറായിട്ടാണ് വരിക. അങ്ങനെ നമ്മൾ കഴിച്ച ഭക്ഷണത്തെ ശരീരം സ്വീകരിക്കുന്ന വൾവൈ എന്ന് പറയുന്ന ചെറിയ അംശം കൊണ്ടാണ്, ചെറിയ വിരൽ പോലെയുള്ള ഒരു ഭാഗം കൊണ്ടാണ് രക്തത്തിലേക്ക് വലിച്ചെടുക്കുന്നത്. അതും കഴിഞ്ഞ് ബാക്കിയുള്ള സാധനമാണ് നമ്മൾ പുറത്തേക്ക് തള്ളുന്നത്. മെറ്റബോളിക് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് തള്ളും. അതിന് നമുക്ക് അതിന് ദുർഗന്ധം ഉണ്ടാവും. ആ ദുർഗന്ധം ഉണ്ടാകുന്നതിന് അതായത് പല തരത്തിലുള്ള വായു സമ്പർക്കം അവിടെ ഉണ്ടാകുമ്പോൾ ആ വായുവിൽ ലയിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളുടെ അംശമാണ് ഇതിന് ദുർഗന്ധമുണ്ടാക്കുന്നത്. അങ്ങനെ അവിടെ കഴിഞ്ഞു. ഇപ്പം ശരീരത്തിലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയിലെ അവിടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ശാസ്ത്രീയമായിട്ട് തന്നെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞ് വേഗത്തിൽ പോവുകയാണ്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ. ഇങ്ങനെ ദിവസം മുഴുവൻ നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ശാസ്ത്രീയമായിട്ടാണ്. ശാസ്ത്രീയമല്ല എന്ന് ആരെങ്കിലും തെളിയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ഇതുവരെ ആർജിച്ചിരിക്കുന്ന സർവസ്വം നിങ്ങൾക്ക് തരാമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ശാസ്ത്രത്തെ നമ്മൾ എന്തുകൊണ്ടാണ് ശാസ്ത്രം എന്ന് പറയുന്നത് എന്ന് ഒരു ശാസ്ത്രത്തെപ്പറ്റി കോമ്പാക്റ്റ് ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. സയൻസ് ഈസ് നോളജ് ascertained by observation and experiments, critically tested, systemized and brought under general principles എന്നാണ്. സംഭവം ഇതാണ്.
നമ്മൾ ഏതൊരു വസ്തുതയെയും, ഒരു വസ്തുത, ശാസ്ത്രീയമായ ഒരു വസ്തുത അല്ലെങ്കിൽ ശാസ്ത്രീയമല്ലാത്തൊരു വസ്തുത നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷനും എക്സ്പെരിമെൻറ്റും എന്ന് രണ്ടും നടത്തി, പിന്നെ ക്രിട്ടിക്കലി ടെസ്റ്റഡ് പരീക്ഷണങ്ങൾ വീണ്ടും നടത്തി, ആൻഡ് അത് സിസ്റ്റമേറ്റ് ആക്കിയ ക്രമീകരിച്ച് വെച്ചതിന് ശേഷം ഡാറ്റ കളക്ട് ചെയ്ത് ആ ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്ത് അതിനെ അവധാരണം ചെയ്ത് ആ അവധാരണം ചെയ്യുന്ന വസ്തുതയെ നമ്മൾ വീണ്ടും വർഗീകരിച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റകൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കുകയും അതൊരു സാമാന്യവത്കരണത്തിൻ്റെ മേഖലയിലെത്തുകയും സാമാന്യമായി നമ്മൾ അതൊരു നിയമമാക്കി മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെയാണ് മുകളിലേക്ക് എറിയുന്നൊരു വസ്തു താഴത്തേക്ക് പതിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് എന്ന് അനേകം ഉദാഹരണങ്ങൾ ആദ്യം നിരീക്ഷിച്ചു, പിന്നെ പരീക്ഷിച്ചു, അനേകം പരീക്ഷണങ്ങൾ നടന്നു, അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്തു, അതിനെ നിർദ്ധാരണം ചെയ്തു, വീണ്ടും സാമാന്യവത്കരണം നടന്നതിന് ശേഷമാണ് ഒരു തത്വം, ഏതൊരു തത്വവും ഒരു ശാസ്ത്ര തത്വം സ്വീകരിക്കുന്നത്. അതിന് മലയാളത്തിൽ നമുക്കിങ്ങനെ പറയാം: എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും എല്ലാ ജനങ്ങൾക്കും എല്ലാ സംസ്കാരത്തിനും സാധുവാകുന്ന സാർവലൗകിക സത്യങ്ങളെ കണ്ടെത്തി ബന്ധപ്പെടുത്തുക എന്നാണ് ശാസ്ത്രത്തിൻ്റെ ദൗത്യം. അങ്ങനെ ഒരു ദൗത്യം നടക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു അനുസ്യൂതമായ പ്രക്രിയ നടക്കണം. ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു മഹാശാസ്ത്രജ്ഞനാണ് കാൾ സാഗൻ എന്ന് പറയുന്നത്. ആ കാൾ സാഗൻ പറയുന്നത്, നമ്മളെപ്പോഴും പറയുന്നുണ്ട് പിന്നെ മ്യൂസിക് മാത്രം അത് അല്ലെങ്കിൽ കലകൾ മാത്രമാണ് നമുക്ക് ഏറ്റവും ഇതെന്നുള്ളത്, ശാസ്ത്രം പഠിച്ചിട്ട് ഫലമില്ല, അല്ലെങ്കിൽ അത് അരസികമാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. കാൾ സാഗൻ പറയുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത് കാവ്യമാണ്. ആ കാവ്യം എങ്ങനെയാണോ നമ്മൾ ആസ്വദിക്കുന്നത്, ആ ആസ്വദിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ മനസ്സിലേക്ക് അത് പതിയുക. ഒരു സാഹിത്യ ഭാഷ നമ്മുടെ മനസ്സിലേക്ക് പതിയണമെങ്കിൽ, ഒരു കവിത നമ്മുടെ മനസ്സിലേക്ക് പതിയണമെങ്കിൽ ആ കവിതയെപ്പറ്റി നാം മനസ്സിലാക്കണം. ഒരു ഉദാഹരണം പറയാം. കവിത എന്ന് പറഞ്ഞാൽ ശബ്ദകോശവും കൂടിയാണ്. കോദണ്ഡം വാരിജാണ്ഡം പ്രകടതി വികടം ദർപ്പണാണ്ഡം മൃഡാണ്ഡം ഡബ്യം ഡബ്യം ഡഡഡട മൃഷടം ഡംബുഡംബേഷിഡംബ തുല്യ തുല്യാതി തുല്യ കുകു കുകുഭം കുങ്കുമാങ്കം. ഇത് സത്യത്തിൽ കുറേ അക്ഷരങ്ങളാണ്, കൂട്ടക്ഷരങ്ങളുടെ ഒരു സംഘാതത്തെ താളബദ്ധമായിട്ട് എടുത്തിട്ടുള്ള ഒരു സാധനമാണ്. ഇതിനെ വിസ്തരിച്ച് കഴിഞ്ഞ് അതൊരു ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കിയാൽ എന്താണ് കിട്ടുക? ഇത് ശിവൻ ഉപയോഗിച്ചിരുന്ന വില്ലുകളുടെ പേരാണ്. അത് ക്രമീകരിച്ച് വെച്ചപ്പോൾ കേൾക്കാനൊരു സുഖമുണ്ട്. ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിന വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കിയെന്ന് ജി ശങ്കരക്കുറുപ്പ് എഴുതുമ്പോൾ അത് നല്ല കവിതയായിട്ട് നമ്മൾ അംഗീകരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ വാക്കുകൾക്ക് പിറകിലുള്ള അർത്ഥവും അതിൻ്റെ അനുഭൂതി എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഒരു സംഭവമുണ്ട്. മണം പോലും അനുഭൂതിയാണെന്നാണ് വില്യം മോസ്ലർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ പറയുന്നത്. ഓരോ ആളിനും ഓരോ ഗന്ധമുണ്ട് എന്നാണ്. ഓരോ വസ്തുവിനും ഓരോ ഗന്ധമുണ്ട്, ഓരോ മൃഗത്തിനും ഓരോ ഗന്ധമുണ്ട്. നമ്മളുടെ വൈകാരികമായ ഭാവങ്ങൾ മാറി മാറി വരുമ്പോൾ അപ്പോഴും ഗന്ധമുണ്ട് എന്നാണ്. നമ്മൾ സ്നേഹപൂർവ്വം കുഞ്ഞിനെ തലോടുമ്പോഴുള്ള ഗന്ധമല്ല കുഞ്ഞിനെ വലിച്ചടിച്ച് അടിക്കുന്നത്, അത് വേറൊരു ഗന്ധമുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കൃത്യമായി പരിശോധന നടത്തിയതിനു ശേഷം അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളിൽ നിന്ന് വ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു ശക്തിവിശേഷമാണ് അനുഭൂതി എന്ന് പറയുന്നത്. ആ അനുഭൂതി ഉണ്ടാകണമെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടാകണം. അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ധാരാളം കാര്യം പഠിക്കും. അനുഭവങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ മറ്റൊരു പേരാണ്. അതുകൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വരണ്ട തത്വശാസ്ത്രമല്ല, മറിച്ച് അത് കാവ്യാത്മകമായി പഠിക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാവുന്നതാണ്. ധാരാളം കാര്യങ്ങൾ പറയാണ്ട് വിടുകയാണ്. നേരത്തെ മാഷ് വിട്ടതുപോലെ എനിക്ക് അത്രയും സമയമില്ല, ഇനി എനിക്ക് 20 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് പറയുകയാണ്, നമ്മൾ പ്രപഞ്ചം എന്നാൽ എന്ത് എന്ന് നമ്മൾ ചോദിച്ചു. എന്തുകൊണ്ട്, എന്തിന്, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തെ മുന്നോട്ട് നയിച്ചത്. എന്ത് എന്നുള്ള ചോദ്യവും എങ്ങനെ എന്നുള്ള ചോദ്യം, എന്തിന്
എങ്ങോട്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ആ ചോദ്യങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങളാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ മേഖലയിലേക്ക് എത്തുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിലുണ്ട്, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി. അപ്പോൾ മതങ്ങൾക്ക് പ്രത്യേകിച്ച് ആലോചിക്കേണ്ടതില്ല, പ്രപഞ്ചം ഉണ്ടാക്കിയത് ഈശ്വരനാണ്, അള്ളാഹുവാണ്, കർത്താവാണ്, യഹോവയാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മളതിൽ സംതൃപ്തരല്ല. കാരണം എന്താ, നമ്മളുടെ മനസ്സിൽ സെറിബ്രം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ. ആ സെറിബ്രത്തിൽ റീസൺ എന്ന് പറയുന്ന ഒരു പ്രത്യേക അംശമുണ്ട്. ആ റീസണിലൂടെ നമ്മളതിനെ തള്ളിക്കളയാണ്. പൗരോഹിത്യം പറയുന്നതല്ല 6 ദിവസം പ്രപഞ്ചം ഉണ്ടാക്കി 7ാമത് റെസ്റ്റ് എടുത്തു എന്ന് പറയുന്നതല്ല. നമ്മൾ ആദ്യം ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു രീതി എന്താണെന്ന് പറയുന്നത്, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അറിവിൻ്റെ വെളിച്ചത്തിൽ നമ്മളൊരു ഹൈപ്പോത്തിസ് മുന്നോട്ട് വെക്കും, ഒരു പരിഗണന, ഒരു നിഗമനം. ആ നിഗമനം തന്നെയാണോ എന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കും. പരീക്ഷിച്ച് നോക്കിയിട്ട് അനേകം പരീക്ഷണങ്ങളിലൂടെ, നിരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ സത്യത്തെ, ആ അനുഭവ സംജ്ഞയെ നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയെന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലെ, 3 തരത്തിലുള്ള നിഗമനങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ബിഗ് ബാങ് തിയറിയാണ്. നിങ്ങൾക്കറിയാം, ശാസ്ത്രം പഠിച്ച ആളുകൾക്കറിയാം ബിഗ് ബാങ് തിയറി. ആ തിയറി പ്രകാരം അത് ആദ്യമായിട്ട് പറഞ്ഞത് ബെൽജിയൻ ജ്യോതിശാസ്ത്രകാരനായിരിക്കുന്ന ജോർജ് എഡ്വേർഡ് ലെയ്മൻ ആണ്. ഈ ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു പിണ്ഡമായിരുന്നു. ആദ്യത്തിലൊരു പിണ്ഡമായിരുന്നു. ആ പിണ്ഡം ചെറുതായി വന്നാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പ്രപഞ്ചം, ഇന്ന് കാണുന്ന പ്രപഞ്ചം ചെറുതായിട്ട് ഒരു കടുകുമണിയോളം ആയി എന്ന് നിങ്ങൾ വിചാരിക്കുക. ആ കടുകുമണി എന്ന് പറയുന്ന പിണ്ഡം ഒരു ദിവസം എക്സ്പ്ലോഡ് ചെയ്തിട്ട് അതിഭീകരമായ ശബ്ദമുണ്ടാവുകയും അതിൻ്റെ ഉള്ളിലുള്ള പദാർത്ഥങ്ങൾ പ്രപഞ്ചം മുഴുവൻ നിറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു പിണ്ഡത്തിൽ നിന്ന് 450 കോടി, കുറച്ചും കൂടി പറഞ്ഞാൽ ലക്ഷം കോടി വർഷങ്ങൾ എന്നൊക്കെ, അത് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അങ്ങനെ ഉണ്ടായതാണ് എന്ന് പറയുന്നുണ്ട്. ഇനി ഇതെല്ലാം നിഗമനങ്ങളാണ്. മറ്റേത് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്ന തിയറി. സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ എക്കാലത്തും ഉണ്ടായിരുന്ന ഒരു പിണ്ഡത്തെ ഒരു പ്രത്യേക സമയത്ത് ഉണ്ടാക്കേണ്ടതില്ല എന്നാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറിക്കാർ പറയുന്നത്. ഇനിയൊരു തിയറി ഉണ്ട്. ആ തിയറി ഓക്സിലേറ്റിംഗ് തിയറി എന്ന് പറയുന്ന തിയറിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചം അനവരതമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വികസിച്ച് ഒരു പ്രത്യേക അവസ്ഥയിലെത്തിയാൽ അത് സാച്ചുറേറ്റഡ് ആവും എന്ന് പറഞ്ഞാൽ പിന്നീട് വികസിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ആകും. പിന്നീട് അതെന്ത് ചെയ്യും, ചുരുങ്ങി അത് പഴയ തരത്തിൽ, നേരത്തെ ബിഗ് ബാങ്ങിൻ്റെ സമയത്ത് ഉണ്ടായ പിണ്ഡത്തോളം ചെറുതാകും എന്നാണ് പറയുന്നത്. അത് അവർ ഈ ഓക്സിലേറ്റിംഗ് തിയറിയുടെ ആളുകൾ, അത് താല്പര്യമുള്ള ആളുകൾ മുന്നോട്ട് വെച്ച തത്വങ്ങളാണ് ആ പറഞ്ഞത്. അപ്പം അങ്ങനെ അതിനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ചന്ദ്രൻ എന്ന് നമ്മളിപ്പോൾ വീക്ഷിക്കുന്ന നിലാവ് വന്ന് ഒരു പൂർണ്ണ നിലാവായി മാറും. പിന്നെ അടുത്ത ദിവസം മുതൽ അത് ചെറുതായി വരും. പക്ഷെ അത് ശാസ്ത്രതത്വമല്ല, അല്ലാതെ വരുന്നതാണ്. ഈ തത്വത്തെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ഓക്സിലേറ്റിംഗ് തിയറി എന്ന് പറയുന്നത്. ഇനി നേരത്തെ നമ്മുടെ അഡാട്ട് സാറ് ഈ ഭാരതീയ തത്വശാസ്ത്രത്തിലെ 4 വസ്തുതകളെപ്പറ്റി, പൃഥ്വി, അപ്, തേജസ്, വായു എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇന്ന് വർത്തമാനകാലത്ത് ലോകം മുഴുവനും അംഗീകരിക്കുന്ന പദാർത്ഥം എന്ന് പറയുന്നത് 92 എലിമെൻസാണ്. ഈ പ്രപഞ്ചത്തിൽ ആകെ ഉള്ളത് 92 മൗലികമായ എലമെൻസാണ്, പദാർത്ഥങ്ങളാണ്. പിന്നെ അതുകൂടാതെ 16 വേറെയുമുണ്ട്. അത് പ്രകൃതിജമായിട്ടല്ലേ, യൗകികങ്ങളായിട്ടാണ് ഉള്ളത്. പീരിയോഡിക്കൽ ടേബിൾസ് അറിയുന്ന ആളുകൾക്കറിയാം. പീരിയോഡിക്കൽ ടേബിൾസിൽ 116 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അപൂർണമാണ് ആ പട്ടിക. കാരണം എന്താണ്, ഓരോ കാലത്തും 2 ലോഹങ്ങളുടെ അല്ലെങ്കിൽ 2 പദാർത്ഥങ്ങളുടെ
ന്യൂക്ലിയസ് എടുത്ത് യോജിപ്പിച്ച്, അതല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൻ്റെ ന്യൂക്ലിയസ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ പദാർത്ഥങ്ങൾ ഉണ്ടാക്കും. അത് കൃത്രിമമായിട്ടുള്ള പദാർത്ഥങ്ങളാണ്. അടിസ്ഥാനപരമായി 92 പദാർത്ഥങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. ഞാനും നിങ്ങളും, ഈ മരവും ചെടികളും കുപ്പിയും എല്ലാം സർവവും ഈ 92 പദാർത്ഥങ്ങളുടെ പരിണാമങ്ങളിൽ ഉൽപ്പന്നമായിട്ടുള്ളതാണ്. അത് മറ്റൊന്നായിട്ട് മാറണം. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ലോകൈക കുടുംബകം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നില്ലേ, ഈ നമ്മുടെ മൂർഖനും അതല്ലെങ്കിൽ പന്നിയും പശുവും മുയലും എല്ലാം തന്നെ നമ്മളുടേതാണ് എന്ന് വിചാരിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവണത യുക്തിവാദികൾക്കുണ്ടാകണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് യുക്തിവാദികൾ ആദ്യം ഹ്യൂമനിസ്റ്റും പിന്നെ സാർവലൗകികമായ ജീവികളുടെ രക്ഷകനും ആയി മാറുന്നത്. ഇപ്പോൾ വെറും യുക്തിവാദി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത വിഷയത്തിലേക്ക് വെറുതെ ഒന്ന് പോവുകയാണ്, എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരവില്ല. യുക്തിവാദി എന്ന് പറഞ്ഞാൽ യുക്തി കൊണ്ട് വാദിക്കുന്നതാണ്. ആളുകൾ തമാശയായിരുന്നു ഉക്തി കൊണ്ട് വാദിക്കുന്നവരാണ്. അതും തെറ്റില്ല. ഉക്തി എന്ന് പറഞ്ഞാൽ വാക്കാണ്. യുക്തി എന്ന് പറഞ്ഞാൽ തെറ്റും ശരിയും വേർതിരിക്കുന്ന വസ്തുതയാണ്. അതിനെപ്പറ്റി ആലോചിച്ച് തെറ്റേത് ശരിയേത് എന്ന് മനസ്സിലാക്കി ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് യുക്തിവാദികൾ. അങ്ങനെയുള്ള യുക്തിവാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ അങ്ങേയറ്റത്തെ അടുപ്പമാണ്. സത്യം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്, നേരത്തെ ശാസ്ത്രത്തെ വിവക്ഷിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വസ്തുത കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിരീക്ഷിക്കുകയും പരീക്ഷിക്കുകയും അനേക പരീക്ഷണങ്ങളിലൂടെ നടന്ന് ഡാറ്റ കളക്ട് ചെയ്ത് അതിന് സാമാന്യവൽക്കരണം നടത്തി എങ്കിൽ മാത്രമേ അത് ഒരു ശാസ്ത്ര തത്വമാകൂ എന്ന് പറയുന്നുണ്ട്. ആ തത്വത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, അത് മാനുഷികമായ വികാരങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മാനവികവാദിയായിരിക്കും. നമ്മൾ കൃത്യമായിട്ട് മാനവികവാദികൾ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ മനുഷ്യവംശത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഞാനും നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത് യുക്തിവാദികൾക്ക് വേണ്ടിയല്ല. നല്ലപോലെ നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മൾക്ക് ആർക്കും വേണ്ടിയിട്ടാണോ? നമ്മൾക്ക് യുക്തിയുണ്ട്, വേണ്ടത്ര യുക്തിയുണ്ട്, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ബോധവും വികാരവും പ്രജ്ഞയും നമുക്കുണ്ട്. പക്ഷേ എന്തിനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്? നമ്മൾ കൂടിയിരിക്കുന്നത് ഈ സമൂഹത്തെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ആത്യന്തികമായ ദാഹമാണ് നമ്മളെ ഇവിടെ എത്തിക്കുന്നത്. നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കി, കാര്യങ്ങൾ മനസ്സിലാക്കി, അന്ധവിശ്വാസങ്ങൾക്ക് തടയിടുവാൻ വേണ്ടി, അനാചാരങ്ങൾക്ക് തടയിടാൻ വേണ്ടി, അതുകൊണ്ടാണ് നമ്മളിവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യാവസാനം നമ്മൾ ഹ്യൂമനിസ്റ്റുകളാണ്. അതുമാത്രവുമല്ല, സർവചരാചരങ്ങളെയും ഒന്നുപോലെ സ്നേഹിക്കുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കടിക്കാൻ വരുന്ന ഒരു പാമ്പിനെ നമ്മൾ ഉപദ്രവത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനെ പിടിച്ച് തോളത്തിട്ടൂടെ ബാബയെ പോലെ നമുക്ക് അങ്ങനെ പറ്റില്ല. എന്നാൽ ചില സമയത്ത് നമ്മളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നറിയോ? പണ്ട് ഒരു സ്വാമിജി ഉണ്ടായിരുന്നു. സ്വാമിജി ആരെയും ഒന്നിനെയും ഉപദ്രവിക്കില്ല. അപ്പോൾ അയാളുടെ താടിയിൽ വലിയ താടിയിൽ ചുവന്ന ഉറുമ്പ് കയറി. അപ്പോൾ അത് ഇങ്ങനെ കയറിയപ്പോൾ ഇയാൾക്ക് അസ്വാസ്ഥ്യമുണ്ട്. പക്ഷെ എന്താ, സ്വാമിമാർ ഒന്നിനെ ഉപദ്രവിക്കില്ലല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പല സ്വാമിമാരും ആസാമിമാരാണ് എന്ന് നമുക്കറിയില്ല. എന്നിട്ട് ഈ ഉറുമ്പ് ഇദ്ദേഹത്തിൻ്റെ പലയിടത്തും കടിച്ചു. ഒരു രക്ഷയില്ല. അദ്ദേഹത്തിന് ചൊറിഞ്ഞ് പൊട്ടാറായി. അന്നേരം ഇദ്ദേഹം വിചാരിച്ചു ഇതിനെ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് വലിയ ഒരു ഉറുമ്പിൻ്റെ കൂട്ടിലേക്ക് താടി വെച്ച് കൊടുത്ത്, എന്താ ഇതങ്ങ് പോട്ടെ, ഈ താടിയിലുള്ള ഉറുമ്പ് അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ എല്ലാ ഉറുമ്പുകളും താടിയിലേക്ക് കയറും. പിന്നെ ഹിംസ കൊണ്ട് അദ്ദേഹം സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. ജോളിക്കാണെങ്കിൽ പോലും, നമ്മൾ ഒരു കൗതുകത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ പോലും, പലരുടെയും മാനവികത എന്ന് പറയുന്ന വസ്തുത അങ്ങനെയാണ്. മാനവികവാദികൾ ആകണം എന്ന് പറയുന്നതിൻ്റെ സാരം ഇതാണ്. നമ്മൾക്ക് കൃത്യമായിട്ട് ഈ പ്രപഞ്ചത്തെ നിർവഹിക്കാൻ കഴിയണം, ഈ ജീവിതത്തെ നിർവചിക്കാൻ കഴിയണം, ഈ മാനവികതയെ നിർവചിക്കാൻ കഴിയണം. ഇനി വേറെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ചില ആൾ നല്ല തൊപ്പിയിടും. തൊപ്പി എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തായ രോമത്തൊപ്പി. നമ്മുടെ പല നേതാക്കന്മാരും അതീവ സ്മൂത്തായിരിക്കുന്ന രോമത്തൊപ്പി ഇടുന്നുണ്ട്.
എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ഗർഭസ്ഥ ശിശുക്കളെ, അതായത് മുയൽക്കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിൻ്റെ ഒരു 3-4 മണിക്കൂർ കൊന്നിട്ട് അതിൽ നിന്ന് അതിൻ്റെ അമ്പലിക്കോൽ കോഡ് വേർപെടുത്തി അതിൻ്റെ രോഗം അന്നേരം കത്തിരിച്ചെടുത്ത് അത് പ്രിസർവേഷനിലിട്ട് പിന്നെ നന്നാക്കിയെടുത്ത് അതുകൊണ്ടുണ്ടാക്കുകയാണ് ഈ തൊപ്പി. ഇയാൾ അതിമനോഹരമായ തൊപ്പിയിട്ട് വരുമ്പോൾ നമ്മളൊക്കെ അസൂയപ്പെടാറുണ്ട്. ഈ മനുഷ്യൻ്റെ തലയിൽ കിടക്കുന്ന ഏറ്റവും മിനുസമേറിയ തൊപ്പി അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. അവിടെ പരീക്ഷണ വസ്തുവാണ്. നമ്മൾ കഴിക്കുന്ന ഓരോ മരുന്നും അനേകം ജീവികളെ കൊന്നൊടുക്കിയിട്ടാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത്. വൈറ്റ് റാറ്റ്സ്, വൈറ്റ് റാബിറ്റ്സ്, ഇതിൻ്റെ മേലാണ് ആദ്യം പരീക്ഷണം നടത്തുക. അത് അങ്ങൊന്നും പോകണമെന്നില്ല. ഞാൻ അറിഞ്ഞൊരു വസ്തുത പറയാണ്. അമൃത ഹോസ്പിറ്റലിൽ ജോലി കൊടുക്കുന്നതിൻ്റെ ഒരു സംഭവമുണ്ട്. പല ദാരിദ്ര്യത്തിൽ അങ്ങേയറ്റം നിൽക്കുന്ന ചില പെൺകുട്ടികളെ അവിടെ അമൃത ഹോസ്പിറ്റലിലേക്ക് തിരഞ്ഞെടുക്കുകയും ചില ഡോക്ടർമാരുടെ ഇതിൻ്റെ അവിടെ മെഡിസിന് വേണ്ടിയിട്ട് വലിയ കൊട്ടാരം പോലെയുള്ള ഒരു കെട്ടിടമുണ്ട്. മെഡിസിന് വേണ്ടിയിട്ട് അവർ ഈ പെൺകുട്ടികളെയാണ് ഉപയോഗിക്കുന്നത്. അത് പലതരത്തിലും ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ്, അവരുടെ മെൻസ്ട്രേഷൻ്റെ പ്രശ്നങ്ങളെ, അതേപോലെ തന്നെ ഡെലിവറിയുടെ പ്രശ്നങ്ങളെ, അപ്പോൾ ഉണ്ടാകുന്ന രക്തത്തെ, അതിൻ്റെ അമ്പലിക്കൽ കോഡിനെ, ഇതിൻ്റെയൊക്കെ പഠനം നടക്കുമ്പോൾ ഈ പാവം പെൺകുട്ടികളിലാണ് മരുന്ന് കുത്തിവെക്കുക. ആ മരുന്ന് കുത്തിവെച്ചിട്ട് ഇവർക്ക് എന്തൊക്കെ ഭാവഭേദങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവർ പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടിക്ക് അതിനെ എതിരിടാൻ കഴിയില്ല. അപ്പം അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി നേരെ വീട്ടിലേക്ക് പോകും. ഇങ്ങനെയുള്ള അനേകം, ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ഇത് ഞാൻ അറിഞ്ഞൊരു വസ്തുതയാണ്, എൻ്റെ അടുത്ത് തെളിവുണ്ട്. അതേപോലെ പല ഹോസ്പിറ്റലുകളിൽ നിന്നും ചെയ്യുന്നത് ഇതാണ്. അനേകം മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ തരത്തിലാണ്. അതും ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ അങ്ങനെ വരുവാനുള്ളൊരു കാരണം നമുക്ക് തത്വശാസ്ത്രത്തിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. തത്വശാസ്ത്രത്തിൽ താല്പര്യമുണ്ട് എങ്കിൽ എന്താണ് തത്വശാസ്ത്രം? നമ്മെപ്പോലെ തന്നെ അന്യരെയും കണക്കാക്കുക. അവരുടെ ശാരീരികവും മാനസികവുമായ അസ്തിത്വം എൻ്റെയും അസ്തിത്വമാണ് എന്ന് മനസ്സിലാക്കുവാൻ പ്രാപ്തിയുള്ള വൈചാരിക ഭാവം, ആ ഭാവമാണ് യഥാർത്ഥത്തിൽ തത്വചിന്ത എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്, വാത്സല്യമാണ്, അതുപോലുള്ള സദ്വികാരങ്ങളാണ്. ആ സദ്വികാരങ്ങളെ നമ്മൾ എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുവോ അത്രമാത്രം നമ്മൾ നല്ല മനുഷ്യരാകും. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളെ നമ്മൾ വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞ ഒരു കവിയുണ്ട്. ആ കവി എഴുതിയതാണ് മാനവജന്മം കൃതാർത്ഥമാകണമോ ദീനൻ്റെ കണ്ണുനീരൊപ്പാൻ ഒരുങ്ങണം. ആ നല്ല കർമ്മം അനുഷ്ഠിച്ചു കൊള്ളുവോർ ആനന്ദമെന്തിന് വേറിട്ട് നേടണം എന്ന് പറഞ്ഞത് ആ ഉദാത്തമായ തത്വശാസ്ത്രത്തിൻ്റെ പേരിലാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആറ്റമിനെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതിയെക്കുറിച്ച്, പ്രകാശവർഷങ്ങളെക്കുറിച്ച്, നമ്മളുടെ പ്ലാനറ്റുകളെക്കുറിച്ച് ഒരുപാട് ഏറ്റവും ലേറ്റസ്റ്റായ ഇത് കൂടിയുണ്ട്. പക്ഷേ സമയമില്ല. എങ്കിലും 1-2 കാര്യം കൂടി പറഞ്ഞ് ഞാൻ സമയത്തിന് തന്നെ എൻ്റെ ദൗത്യം അവസാനിപ്പിക്കും. ഒന്ന്, ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതി എവിടം വരെ പോകാം എന്ന് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ആദ്യം പറയാം ഹബിളിൻ്റെ ടെലസ്കോപ്പ് നോക്കിയിട്ടാണ് പറയാന്ന് പറയും. ഇപ്പം നമ്മുടെ സഹോദരിയായിരിക്കുന്ന സുനിത വില്യംസ് കുറേ കാലമായി പോയിട്ട് 2025 ജൂലൈയിൽ മാത്രമേ അവർക്ക് തിരിച്ചിറങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ ആരെങ്കിലും അവരെ പറ്റി വേദനിക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ അവർ ചിത്രം കാണുമ്പോൾ ഞാൻ വേദനിക്കാറുണ്ട്. ഞാൻ വലിയ ആളായിട്ടല്ല. എൻ്റെ വികാരം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും നമ്മളെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവരൊക്കെ നമ്മളുടെ സഹോദരങ്ങളാണ് എന്നുള്ള ബോധം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് നമ്മുടെ മനസ്സിന് കഴിയുമെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ തത്വചിന്ത എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഹിരോഷിമയിൽ ബോംബിട്ടിട്ട്, നാഗസാക്കിയിൽ ബോംബിട്ടിട്ട് 2 ദിവസങ്ങൾ 6ഉം 8ഉം ദിനങ്ങളിലാണ് ഹിരോഷിമയിൽ ബോംബിട്ടത്. ആ ബോംബിൻ്റെ ഫലമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആ ദ്വീപ് സമൂഹത്തിൽ മരിച്ചു വീണു. നമ്മളതിൻ്റെ ഓർമ്മ പെരുന്നാൾ ഇവിടെ നടത്താറുണ്ട്. പക്ഷേ
ആ ബോംബിടാൻ പ്രേരിപ്പിച്ച മനുഷ്യർ അവർ ഹൃദയാലുക്കളല്ലാത്തത് കൊണ്ടാണ് അവിടെ ബോംബ്. അവിടെ വിജയത്തിൻ്റെ ക്രൗര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാറ്റിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് വിജയമല്ല, മറിച്ച് നാം ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ, നമ്മോടൊപ്പം ജീവിക്കുന്ന ആളുകളോട് നമ്മൾ എപ്രകാരമാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ എപ്രകാരമാണ് പെരുമാറേണ്ടത് എന്നുള്ള ബോധം ഉണ്ടാക്കുന്നത് തത്വചിന്തയാണ്. ഇത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ അടുത്ത് നടന്ന പ്രളയം 2018 ആവർത്തനമായിരുന്നു എന്നാണ്. 2018 350 ജീവനും 26,000 വീടുകളും 46,000 കൃഷിസ്ഥലങ്ങളും 535 ഉരുൾപൊട്ടലുകൾ കൊണ്ട് 20,000 കോടി രൂപയുടെ നഷ്ടമാണ് നമുക്ക് 2018 ഉണ്ടായത്. അതിനേക്കാൾ 1.5 മടങ്ങ് വലുപ്പമാണ് ഇപ്പം വയനാട്ടിലെ ഉരുൾപൊട്ടലുകൾ ഉണ്ടായത്. അപ്പം നമ്മൾ ഇന്നിവിടെ നിന്ന് പൈസ ഉയർപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനൊന്നും കഴിയില്ല, ഒരുപാട് പൈസ ഒന്നും കൊടുക്കാൻ കഴിയില്ല. എങ്കിലും അണ്ണാരക്കണ്ണനും തന്നാലായത് എന്നുള്ള രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ സംഖ്യകൾ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല കാര്യം. പക്ഷേ ഇതിനേക്കാൾ അനേകം സമ്പത്ത് കുമിഞ്ഞുകൂടിയ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ആ ആളുകളെ നമ്മളെ പിഴിഞ്ഞിട്ടാണ് ആ പൈസ ഉണ്ടാക്കുന്നത്. സത്യത്തിൽ അവർ നമ്മളെ ചൂഷണം ചെയ്ത് ഉണ്ടാക്കുന്ന തുക എങ്ങനെയാണ് ചെയ്യുന്നത്? ആ തുക ഏറ്റവും നന്നായി ചൂഷണം ചെയ്യുവാനാണ്. അത് ഈ സർക്കാർ, നമ്മുടെ മോദി സർക്കാർ വന്ന ഉടനെ ചെയ്ത കാര്യങ്ങൾ വെറുതെ ഒന്ന് നോക്കുകയാണ് നമ്മൾ. ആകെ പ്രതിമകൾക്ക് വേണ്ടി പട്ടേൽ പ്രതിമയ്ക്ക് വേണ്ടി 3,700 കോടിയാണ്. ശിവജി പ്രതിമയ്ക്ക് വേണ്ടി 3,000 കോടിയാണ്. മല്യ മുക്കിയ സംഖ്യ 9,000 കോടിയാണ്. ഗംഗ ശുദ്ധീകരിക്കാൻ കൊടുത്തത് 2,000 കോടിയാണ്. മോദി പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടാൻ ചെലവാക്കിയത് 1,400 കോടിയാണ്. അത് 2,000 500 നോട്ട് അച്ചടിക്കാൻ വേണ്ടിയിട്ട് 12,000 കോടിയാണ് ചെലവാക്കിയത്. കോർപ്പറേറ്റുകളുടെ കിട്ടാക്കടം ഇപ്പോഴ് 85,000 കോടിയാണ്. അദ്വാനിക്ക് ലോൺ കൊടുത്തത് 1,00,000 കോടിയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ റോഡെല്ലാം വെട്ടി പൊളിച്ചിട്ടിട്ട് എവിടെ പലയിടത്തും വെള്ളക്കെട്ട് വന്ന് വീണ് അലാക്കായിട്ട് നല്ല കാര്യമാണ്, വികസനമാണ്. പക്ഷേ നമ്മൾ ആരും തന്നെ ആലോചിച്ചില്ല 1 കോടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂല്യം എത്രയാണ്. ഇന്ന് നമുക്ക് 10 രൂപ 50 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അറിയാം. 1 കോടി എന്ന് പറഞ്ഞാൽ കോടി രൂപ. 1 കോടി രൂപ എന്ന് പറയുന്നത് നമ്മൾ 500 രൂപ വീതം ഒരു ദിവസം ചിലവാക്കുന്നുവെങ്കിൽ നമ്മൾക്ക് 54 കൊല്ലവും 29 ദിവസവും ചിലവാക്കാനുണ്ട്. 29 ദിവസവും പിന്നെ 20 നാഴികയും ചിലവാക്കാനുള്ള പൈസ ഉണ്ടെന്നാണ്. അത്രയും വൈപുല്യമേറിയ 1 കോടിയുടെ മൂല്യത്തിൽ ഇന്ന് കോടി എന്ന് പറയുന്ന നിസ്സാര സംഖ്യയാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ഭരണാധികാരികൾ നമ്മളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവർക്കൊന്നും ധാർമ്മികതയില്ല, അവർക്കൊന്നും തത്വചിന്താപരമായ ചിന്തയില്ല എന്നൊക്കെയാണ്. ചില ആളുകളുണ്ട്, എത്രയും നമ്മുടെ ആളുകൾ തന്നെ 100% ദൈവവിശ്വാസികളാണോ അല്ല യുക്തിവാദികളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പലപ്പോഴും ഉത്തരം കിട്ടിയിട്ടുണ്ട്. അവരെയൊക്കെ അലട്ടുന്ന കുറേ പ്രശ്നമുണ്ട്. ഇതൊന്നും അല്ല എങ്കിൽ ഈ പ്രപഞ്ചത്തിന് ശക്തിയില്ലേ എന്നാണ് പറയുക. പ്രപഞ്ചത്തിന് ശക്തിയുണ്ട്, ആ ശക്തിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതെന്തൊക്കെയാണ് ശക്തി? ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിനറിയില്ല. ഇപ്പം ഈ പ്ലാനറ്റുകളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചൊവ്വ എന്ന് പറയുന്ന പ്ലാനറ്റ് കൃഷ്ണൻ ഇവിടെ സംസാരിക്കുന്നുണ്ട്, അവനെ തകർക്കണം എന്ന് വിചാരിക്കുന്ന ബൗദ്ധികമായ ഒരു അവയവവും അതിനില്ല. ഇപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനും അത് അങ്ങനെ തന്നെയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അതും വിവേചന ശക്തിയില്ലാത്തതാണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന് നമ്മളെ തിരിച്ചറിയാനുള്ള ശക്തിയില്ല. അതുകൊണ്ടാണ് കറണ്ട് വെറുതെ നമ്മളൊന്ന് കൈവെക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൂടെ
കരണ്ട് പാസ് ചെയ്യുന്നത്. അതിനറിയില്ല ഇങ്ങനെ ഇനി ഞാൻ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത്. അതേപോലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇത്തരത്തിൽ ഉള്ള പ്രപഞ്ച ശക്തികൾ, അധിക ദൈവവിശ്വാസികളും പറയുന്നത്, ഞാൻ അങ്ങനത്തെ വിശ്വാസിയൊന്നുമല്ല, പക്ഷേ എന്തോ ഒരു വിശ്വാസമുണ്ട്, ഏതോ ഒരു ശക്തി ഉണ്ടെന്ന്. ആ ശക്തികൾ ഇതാണ്. നമുക്ക് എനിക്ക് സംതൃപ്തി ഇല്ല ഇതിൽ ഞാൻ ചെയ്തത്. കാരണം വേണ്ടത്ര സമയമുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. അതും ശാസ്ത്രം എന്നത്, പിന്നെ യുക്തിചിന്ത എന്നത്, പിന്നീട് തത്വചിന്ത എന്നത്, അത് 3 മണിക്കൂറെങ്കിലും പറയാനുള്ള നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നന്നായി പഠിച്ചു വന്നതാണ്. പക്ഷേ ഇതാണ് നമ്മളുടെ അവസ്ഥ. ഒരു പിന്നെ ക്യാമ്പുണ്ടാക്കും, ക്യാമ്പിൽ ആളുകൾക്ക് ഇത് കൊടുക്കും. ഇത് തന്നെ ഏറ്റവും വലിയ തെറ്റായിട്ടുള്ളത്. കാരണം ഒരു മസ്തിഷ്കത്തിന് കുറേ സമയം ചിന്തിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്. ഏറി വന്നാൽ 90 മിനിറ്റ്, അല്ലെങ്കിൽ ഇവിടെ മസ്തിഷ്കമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിദഗ്ധരുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ കണ്ടീഷൻ ചെയ്യപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ അവിടെ നമുക്ക് സൂക്ഷിച്ച് വെക്കണമെങ്കിലോ ഒരു സമയമുണ്ട്. ആ സമയം വിട്ടിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കേൾക്കും. അപ്പോഴാണ് കോട്ടുവ വരുന്നത്, അപ്പോഴാണ് ഉറങ്ങുന്നത്. അത് ശരിക്കും കോട്ടുവ ഇടുന്ന ആളെ ദോഷമല്ല, പറയുന്ന ആളെയും ദോഷമല്ല. നമ്മൾ ഏത് തരത്തിലാണോ അത് പ്രസൻറ്റ് ചെയ്യുന്നതല്ല ഇവിടെ സംഘടിപ്പിക്കുന്നത്, അതിൻ്റെ ദോഷമാണ്. വളരെ കുറച്ച് വിഷയങ്ങൾ മതി. ആ വിഷയങ്ങളെ സവിസ്തരം സമയമെടുത്ത് ആഹ്ലാദിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്താൽ, അല്ലെങ്കിൽ പറഞ്ഞ് ചർച്ച ചെയ്താൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജഗോപാൽ ഭാഗത്തരകരെ നോക്കിക്കൊണ്ട് മതി ഭാഷ നിർത്തിക്കളെന്നാണ് ആ നോട്ടത്തിൻ്റെ ഉത്തരം. ഞാൻ നിർത്തുകയാണ്. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഞാൻ എന്തായാലും നന്ദി പറയുന്നില്ല. കാരണം ഇനിയും പറയാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാഗികമായി ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞത് സത്യത്തിൽ നിങ്ങളോട് വാഗ്വാദത്തിന് തയ്യാറായിട്ട് തന്നെ ഞാൻ വന്നത്. സയൻസിൻ്റെ ഏത് മേഖലയിലും നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ ശാസ്ത്രത്തെ നമ്മൾ അങ്ങേയറ്റം അംഗീകരിക്കണം. അതോടൊപ്പം തന്നെ 51AH ഹ്യൂമനിസവും സ്പിരിറ്റ് ഓഫ് എൻക്വയറിയും പിന്നെ സയൻറ്റിഫിക് ടെമ്പറും റിഫോംസും, ഇത് 4ഉം നമ്മൾ ഓർമ്മിച്ച് മനസ്സിലാക്കി പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല യുക്തിവാദിയാവും. അതിന് നമ്മൾ ഈ ദിവസങ്ങൾ ഇതിനെ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാം അഭിവാദ്യം.